ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അസർഷൻ റീസൺ ആണ്. അസർഷൻ അവർ പറയുന്നത് പാൻക്രിയാസ് produces a hormone called insulin. റീസൺ കൊടുത്തിരിക്കുന്നത് ഇൻസുലിൻ increases the blood sugar in human body. ഇത് പറയേണ്ടത് നമ്മുടെ അദ്വൈത് അറിയോ? അദ്വൈത് ഓക്കെ, ഇതിന്റെ ആൻസർ പറഞ്ഞോ. അസർഷൻ തന്നിരിക്കുന്നത് ഇതാണ്, റീസൺ തന്നിരിക്കുന്നത് ഇതാണ്. അറിയാലോ, ഓപ്ഷൻ 4 ആണ്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അതേ പിന്നെ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. സി അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. ഡി അസർഷൻ ഈസ് ഫോൾസ്, റീസൺ ഈസ് ട്രൂ. എങ്ങനെയാണ്? അസർഷൻ ട്രൂ, മറ്റേത് ഫോൾസ്. അതെന്താ പറഞ്ഞു? ഇൻസുലിൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള. അത് തന്നെ, അതായത് പാൻക്രിയാസ് ആണ് ശരിക്കും. അതെ, വെരി ഗുഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അസർഷൻ റീസൺ എഴുതുക. അസർഷൻ പറയുന്നത് പാൻക്രിയാസ് പ്രൊഡ്യൂസസ് എ ഹോർമോൺ കോൾഡ് ഇൻസുലിൻ എന്നാണ്. റീസൺ പറയുന്നത് ഇൻസുലിൻ ഇൻക്രീസസ് ദ ബ്ലഡ് ഷുഗർ ഇൻ ഹ്യൂമൻ ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, പാൻക്രിയാസ് ആണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള പാൻക്രിയാസിനകത്തെ ബീറ്റാ സെല്ലുകളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ ഇൻസുലിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ബ്ലഡിലുള്ള ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ കൂട്ടാൻ എന്നാണ് റീസൺ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇതെന്താ? അസർഷൻ ഈസ് ട്രൂ ആണ്. എ ഈസ് ട്രൂ ബട്ട് എന്താണ്? ബട്ട് ആർ ഈസ് എന്താണ്? ഫോൾസ്. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ ആണല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A hormone called a hormone called abscisic acid inhibits growth in plants. റീസൺ ഇത് അസർഷൻ ആണ്. റീസൺ പറയുന്നത് the role of auxin is opposite to that of abscisic acid in plants. ഇവിടെ ഇവര് പറയുന്നത് എന്താ? അതായത് അസർഷൻ പറയുന്നത് ഹോർമോൺ കോൾഡ് ആബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്. റോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ? റോൾ ഓഫ് ഓക്സിൻ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എന്താണ്? ആബ്സിസിക് ആസിഡ് ഇൻ പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്? ഇത് വിഷ്ണു എന്ന് പറയാമോ? വിഷ്ണു പറഞ്ഞോ. ആണോ? ഒരു കാര്യം ചെയ്യാമോ? അതായത് ആബ്സിസിക് ആസിഡിന്റെ ഫംഗ്ഷനും ഓക്സിന്റെ ഫംഗ്ഷനും രണ്ടും ഞാൻ അവിടെ തന്നായിരുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ആബ്സിസിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്താ? അപ്പം ആദ്യത്തെ ട്രൂ അല്ലേ? ഇനിയും ഓക്സിന്റെ ഫംഗ്ഷൻ എന്താ?
എന്താ എഴുതി വെച്ചിട്ട് നോക്കി. ആ പ്രൊമോട്ട്സ് ദ ഗ്രോത്ത്, അതായത് ഇൻഹിബിറ്റ് ദ ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് അല്ലേ മോനെ പ്രൊമോട്ട്സ് ദ ഗ്രോത്ത്. അപ്പൊ അങ്ങനെയാണ് റോഡോപ്സിൻ ഈസ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് അബ്സിസിക് ആസിഡ് ഇൻ പ്ലാന്റ് തന്നെ അല്ലയോ? A is true, R is true ആണ്. R is the correct explanation of A. R is the correct explanation of എന്താ A ആണ് ഇല്ലേ? ശരിയല്ലേ? കാരണം ആബ്സിസിക് ആസിഡിന്റെ ഫംഗ്ഷൻ ഇൻഹിബിറ്റ് ഗ്രോത്ത് ആണ്, ട്രൂ. ഓക്സിന്റെ ഫംഗ്ഷൻ എന്താണ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ആണ്. അപ്പൊ ഇൻഹിബിറ്റ് ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൊമോട്ട്സ് ഗ്രോത്ത്. അപ്പം ഓക്സിൻ ആണ് പ്രൊമോട്ട് ഗ്രോത്ത് ചെയ്യുന്നത്. അപ്പൊ ആബ്സിസിക് ആസിഡിന് നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഇതിന്. അപ്പൊ ആർ ട്രൂ ആണ്, അല്ല എ ട്രൂ ആണ്, ആറും ട്രൂ ആണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ആർ ആണ്, അല്ലെങ്കിൽ തിരിച്ചു പറയാം ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇതാണ്, ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ and R is the correct explanation. Reason is the correct explanation of എന്താണ് A. ക്ലിയർ ആണോ വിഷ്ണു? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ? Yes sir. ഓക്കെ, എല്ലാരും എഴുതിയേക്കണം, എല്ലാരും മനസ്സിലാക്കണം, എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാരും മനസ്സിലാക്കണം. അടുത്തത് എഴുതിക്കോ, അസർഷൻ എഴുതേണ്ടത് കൈനിൻസ് ആർ പ്രസന്റ് in greater concentration in areas of rapid cell division such as fruits and seeds. റീസൺ പറയുന്നത് സൈറ്റോകൈനിൻസ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ. അപ്പൊ ഇത് അക്ഷിത ഒന്ന് പറഞ്ഞ, അക്ഷിത ഇതിന്റെ ആൻസർ. അക്ഷിത ചുമ്മാ പറയല്ലേ, ഞാൻ പഠിപ്പിച്ചെടുത്ത് പോയി നോക്കിയിട്ട് അതിന്റെ ആൻസർ പറഞ്ഞേ. Both A and R are true and R is the correct explanation of A. കറക്റ്റ് ആണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈറ്റോകൈനിൻ ആർ പ്രസന്റ് ഇൻ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഏരിയ ഓഫ് റാപ്പിഡ് സെൽ ഡിവിഷൻ. ഫ്രൂട്ട്സിലും സീഡ്സിലും ഉള്ളത്, അത് കറക്റ്റാ. സൈറ്റോകൈനിൻ പ്രൊമോട്ട്സ് സെൽ ഡിവിഷൻ, അതും കറക്റ്റ് ആണ്. ആ സെൽ ഡിവിഷൻ ചെയ്യുന്നത് കൊണ്ടാണ് എന്താണ് ഈ സൈറ്റോകൈനിൻ കൂടുതൽ അവിടെ ആ ഭാഗത്ത്, അതായത് ഫ്രൂട്ട്സിലും സീഡ്സിലും ഉണ്ടാകുന്നത്. അപ്പൊ ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താ both A and R true and R is the correct explanation
ഓക്കെ, നോക്കിക്കോളൂ, അടുത്ത നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ ഹൗ ഈസ് ദ മൂവ്മെന്റ് how is the movement of leaves of a sensitive plant differ from downward movement of the roots. How is the movement of leaves of a sensitive plant different from downward movement of എന്താണ് root? എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ആൻസർ അതായത് ഒരു സെൻസിറ്റീവ് പ്ലാന്റിന്റെ മൂവ്മെന്റും ഒരു ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് റൂട്ട്. ആ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് റൂട്ടിൽ നിന്ന് ഒരു സെൻസിറ്റീവ് പ്ലാന്റിന്റെ മൂവ്മെന്റ് എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. നമുക്കിപ്പം ഒരു നമ്മുടെ എന്താ ടച്ച് മീ നോട്ടിനെ വേണമെങ്കിൽ നമുക്ക് മൈമോസ പുഡിക്ക എന്ന് വിളിക്കാം. അപ്പം ആ പ്ലാന്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ടച്ച് ചെയ്താൽ എന്ത് ചെയ്യും? ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് അതിനൊരു പെർട്ടിക്കുലർ അതിങ്ങനെ വാടിപ്പോയില്ലേ, അകത്തോട്ട് അങ്ങ് ചുരുങ്ങും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും അവിടെ എന്താ അവരുടെ ലീവ്സ് എക്സിബിറ്റ് ചെയ്യുന്ന എന്താ മറ്റേ തിക്മോണാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ മൂവ്മെന്റ് ആണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? ആണോ? അതായത് അത് ശരിക്കും പറഞ്ഞ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ജിയോട്രോപ്പിക്ക അല്ലെ, ജിയോട്രോപ്പിസം ആണ് അവിടെ എന്താണ് എക്സിബിറ്റ് ചെയ്യുന്ന റൂട്ട്. അപ്പൊ അതിന്റെ ആൻസർ തന്നെ ഇങ്ങനെ എഴുതാം, എഴുതിക്കോ, ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോ. The movement of leaves in sensitive plant നമുക്ക് വേണമെങ്കിൽ അതിന്റെ ബയോളജിക്കൽ നെയിം എഴുതാം, മൈമോസ പുഡിക്ക is different from downward movement of roots. The leaves exhibit thigmonastic movement responding to touch or mechanical stimulation. When touched the leaflets fold inwards and droop. A defensive mechanism to deter herbivores.
അതായത് the movement of leaves in sensitive plant is different from downward movement of fruit ആണ്, ഉറപ്പാണ്. The leaves exhibit thick monastic movement ആണ്, responding to touch or mechanical stimulation. When touch എന്താണ് leaflets എന്ത് ചെയ്യും, ഫോൾഡ് ചെയ്യും, അകത്തോട്ട് ചുരുങ്ങും, എന്നിട്ട് അത് വാടും, ഇല്ല ഡ്രൂപ്പ് ചെയ്യും. അതെന്തിനാണ്? ഹെർബിവോഴ്സിൽ നിന്നും എന്താണ് ഹെർബിവോഴ്സിന്റെ എന്താണ് ഹെർബിവോഴ്സിനെ തടയാൻ, ഈ ഡിറ്റർ ചെയ്യാന്ന് പറയുമ്പോൾ തടയുക എന്ന അർത്ഥം. അപ്പം അവരെ തടയാൻ വേണ്ടിയുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. ഓക്കെ, നോൺ ആസ് എന്താണ്, അപ്പൊ നമുക്ക് ഹെർബിവോഴ്സ് ഇൻ അടുത്ത എഴുതിക്കോ. ഇൻ കോൺട്രാസ്റ്റ് the downward movement of roots known as geotropism is a positive response to gravity. allowing the root to grow in the direction of gravitational pull. aiding to anchorage എന്ന് പറയുമ്പോൾ ആങ്കർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നങ്കൂരം ഇടുക എന്നാ. നങ്കൂരം ഇടുന്ന മണ്ണിനകത്ത് നങ്കൂരം ഇടുക. ആങ്കറേജ് ആൻഡ് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ. ഇത് വായിച്ചു നോക്കിയോ, എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഗ്രോ ഇൻ ദ DIR, ഗ്രോ ഇൻ ദ ഡയറക്ഷൻ. ഞാൻ ഡയറക്ഷന്റെ ഷോർട്ട് ഫോം എഴുതിയിരിക്കുന്നത് DIRN. ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ പുൾ. അതായത് ഒന്നുമില്ല, ഒരു എന്താണ് തൊട്ടാവാടിയുടെ റൂട്ടിന്റെ മൂവ്മെന്റും അതിന്റെ ലീഫിന്റെ മൂവ്മെന്റും രണ്ടും ഡിഫറെന്റ് ആണ് എന്നാണ് അവർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, ഡിഫറെന്റ് ആണ്. അതിന്റെ കാരണം ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ സ്റ്റിമുലേഷനോ മൂലം ഉണ്ടാകുന്ന മൂവ്മെന്റിനെ നമ്മൾ തിക് മൊണാസ്റ്റിക് മൂവ്മെന്റ് എന്നാ പറയാ. എന്നാൽ റൂട്ടിന്റെ മൂവ്മെന്റിനെ നമ്മൾ ജിയോട്രോപിക് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിലോട്ട് പോകുന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് ജിയോട്രോപിസം ആണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൂട്ട് നല്ലതായിട്ട് വളർന്ന് എന്താണ് നീളം വെച്ച് താഴോട്ട് പോകുന്ന സമയത്ത് അത് നല്ലതായിട്ട് ഭൂമിയിൽ ഉറച്ചു നിൽക്കാനും അതേപോലെ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ നന്നായിട്ട് ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഓക്കെ ആണോ? എല്ലാരും എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ there is a hormone which regulate carbohydrate protein and fat metabolism in our diet, in our life, fat metabolism in our body. Name the hormone and the gland which secrete it. Why is it important? Why is it important? Why is it important for us to have iodized salt in our diet?
അവർ പറയുന്നത് there is a hormone which regulate carbohydrate, protein and fat metabolism in our body. Name the hormone and the gland which secrete it and why it is important for us to have iodized salt in our diet എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റബോളിസം എന്ന് പറയുന്ന സാധനം കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ വിചാരിച്ചോണം തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണും തൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം അവിടുത്തെ നെയിം ദ ഹോർമോൺ എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ഹോർമോണിന്റെ പേര് തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ആണ്. അതേപോലെ തന്നെ എന്താണ് ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഇനിയും അതിന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ അസ് ടു ഹാവ് അയഡൈസ്ഡ് സോൾട്ട് ഇൻ അവർ ഡയറ്റ്. അതിന്റെ ആൻസർ എന്താ? അതിന്റെ ആൻസർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോഡിന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ അയഡിന്റെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം പീപ്പിൾ യൂഷ്വലി എന്താണ് കമ്പൈൻ അയഡിൻ വിത്ത് ടേബിൾ സോൾട്ട്, അതായത് അയഡൈസ്ഡ് സോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അത് അയഡിൻ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് തൈറോയിഡ് ഫംഗ്ഷനെ ബൂസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ബൂസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള അപ്പം അത് കൃത്യമായിട്ട് സെക്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ, നമുക്ക് അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ, അതായത് ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ് ഗോയിറ്റർ. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന ഒരു ഇതാണ് എന്ത് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതിന്റെ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇവിടോട്ട് എഴുതുവാണ് അതിന്റെ ആൻസർ. അയഡൈസ്ഡ് സോൾട്ടിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ദ യൂസ് ഓഫ് അയോഡൈസ്ഡ് salt is advisable to avoid the deficiency of iodine that may cause goiter. ബാക്കി എഴുതാം. തൈറോയിഡ് ഗ്ലാൻഡ് needs iodine to make thyroxine in regulating the metabolism of carbohydrates, fats and proteins.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഞാൻ കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻ ആണ് തരുന്നത്, അതാണ് ഇച്ചിരി ഡിലേ വരുന്നത്. ഡിഫൈൻ റിഫ്ലക്സ് ആക്ഷൻ. ഇത് നിങ്ങൾക്ക് അറിയാതെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഡിഫൈൻ റിഫ്ലക്സ് ആക്ഷൻ. ബാക്കിയുള്ളതാണ് ഇമ്പോർട്ടന്റ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഫ്ലോ ചാർട്ട്. ഡിഫൈൻ റിഫ്ലക്സ് ആക്ഷൻ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്. ഡിഫൈൻ റിഫ്ലക്സ് ആക്ഷൻ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലോ ചാർട്ട്സ്. show the path of a reflex action such as sneezing. അതായത് റിഫ്ലക്സ് ആക്ഷൻ എന്താന്ന് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് കാണിക്കണം. എന്താ റിഫ്ലക്സ് ആക്ഷന്റെ പാത്തിന്റെ ബൈ ടേക്കിംഗ് എക്സാമ്പിൾ ആസ് എന്താണ് സച്ച് ആസ് സ്നീസിങ് അല്ലേ. അപ്പൊ അതെങ്ങനെയാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് സ്നീസിങ് വെച്ചിട്ടാണ് അത് എഴുതേണ്ടത്. അതാണ് അവിടുത്തെ ബുദ്ധിമുട്ട്. മനസ്സിലായോ? റിഫ്ലക്സ് ആക്ഷൻ നമുക്കറിയാം, റിഫ്ലക്സ് ആക്ഷന്റെ പാത്ത് പറയാനും നമുക്കറിയാം. പക്ഷെ സ്നീസിങ് എക്സാമ്പിൾ വെച്ചിട്ട് ഒരു പാത്ത് പറയുന്നതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ ഇത് ആൻസർ തരാം. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് എനിക്കറിയാം. അറിയാമോ? അക്ഷിതയ്ക്ക് അറിയാമോ? പരീക്ഷ എഴുതിക്കാൻ അക്ഷിത അറിയാമോ? ഇതറിയാമോ? രണ്ടാമത്തെ പാർട്ട് അറിയാമോ? ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ അറിയാം. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ അറിയാം. എന്നാന്ന് പറഞ്ഞേ. ഫ്ലോ ചാർട്ടിന്റെ ഫസ്റ്റ് എന്താന്ന് പറഞ്ഞേ? സ്റ്റിമുലസ്. അല്ല, അത് നമ്മുടെ റിഫ്ലക്സ് ആക്ഷന്റെ ജനറൽ ആയിട്ടുള്ള ഇതല്ലേ. എന്നുവെച്ചാ സ്റ്റിമുലസ്, റിസപ്റ്റർ, സെൻസറി അങ്ങനത്തെ ആണോ? അല്ല, അത് റിഫ്ലക്സ് ആക്ഷന്റെ ജനറൽ ആയിട്ടുള്ള ഒരു പാത്താണ്. നമ്മളത് പഠിച്ചായിരുന്നു. സെൻസറി, മോട്ടോർ കുറെ പഠിച്ചായിരുന്നു. ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? ഇവര് പറഞ്ഞിരിക്കുന്നത് ഈ സ്നീസിങ് എക്സാമ്പിൾ വെച്ചിട്ട് റിഫ്ലക്സ് ആക്ഷന്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റിമുലസ് ഡസ്റ്റ് പാർട്ടിക്കിൾ എൻ്ററിങ് അവർ നോസ്. ആണോ? എനിക്ക് അടുത്തത് അത് റിസപ്റ്റർ, ഓൾഫാക്ടറി റിസപ്റ്റർ. ബാക്കി പറഞ്ഞോ. സെൻസറി ന്യൂറോൺ. അല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് കുഞ്ഞു പറയുന്നത് ഇപ്പൊ എന്താ അറിയോ? അതിനകത്തെ ആ ഫ്ലോ ചാർട്ട് അതേപോലെ തന്നെ പറയുന്നത്. അല്ല, ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചേ. എന്ന് വെച്ചാ സ്റ്റിമുലസ്, റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ എഴുതിയിട്ട് സ്റ്റിമുലസിന്റെ അടി ഹീറ്റ്. ഇപ്പം ടച്ചിങ് ഓബ്ജക്റ്റ് ആണ് ഹീറ്റ്. സ്നീസിങ്ങിനാണെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ എൻ്ററിങ് അവർ നോസ്. അങ്ങനെയാ പഠിപ്പിച്ചേ. എനിക്ക് അതേ അറിയത്തുള്ളൂ. ഇപ്പൊ നോക്കിയോ, ഇത് പറയാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് പറഞ്ഞുതരാം. നോക്കിയോ, അതിന്റെ ആൻസർ നോക്കിയോ. അത് റിഫ്ലക്സ് ആക്ഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ തരാൻ നോക്കിയോളൂ. reflex action is an involuntary and rapid response to a stimulus that occurs without conscious thought. It is a protective mechanism. Designed to minimize potential harm to the body by eliciting a quick and automatic response. ഇത് ഈ റിഫ്ലക്സ് ആക്ഷന്റെ
ഇപ്പൊ ഒരു ടീച്ചർ ഒരു എക്സാമിനർ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് ബുക്ക് നോക്കുന്ന ആള് അല്ലെ സോറി നിങ്ങളുടെ എക്സാമിന്റെ എക്സാം ഷീറ്റ് ആൻസർ ഷീറ്റ് നോക്കുന്ന ആള് ഇങ്ങനെ ഒരു ആൻസർ കാണുവാണെങ്കിൽ ആ പുള്ളിക്ക് അറിയാം എന്താണ് നിങ്ങൾ നല്ലതായിട്ട് പഠിക്കും. കാരണം നല്ല രീതിയിൽ ഒരു റിഫ്ലക്സ് ആക്ഷന്റെ ജനറൽ ഡെഫിനിഷനിൽ നിന്ന് മാറി ഒരു നല്ല വൃത്തിയുള്ള ഒരു ആൻസർ ആണിത്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ ആ ഒരു ലെവലിലായിരിക്കും അവർ ജഡ്ജ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇത് പല രീതിയിൽ ഞാൻ നേരത്തെ തന്ന ക്ലാസ്സിൽ തന്ന ചെറിയ ഡെഫിനിഷൻ പോലെ വേണേലും എഴുതാൻ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഇത് എഴുതിയിട്ട് ഇനി അതിന്റെ ആ പാത്ത് വേ ആണ് കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ആ പാത്ത് വേയില് കൃത്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ അക്ഷിത പറഞ്ഞു, അക്ഷിത സ്കൂളിൽ പഠിപ്പിച്ച ജസ്റ്റ് ഓരോ പോയിന്റ് ഈ ചോദ്യം എത്രയും മാർക്കിനാണ്? ഈ ചോദ്യം 5 മാർക്കിന്റെ ചോദ്യം. ഇപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്നത് 5 മാർക്കിന്റെ ചോദ്യം. ഈ 5 മാർക്കിന്റെ ചോദ്യം ആ റിസപ്റ്റർ അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ തന്ന പോലെ ഓരോ പോയിന്റ് വെച്ച് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഒരു 3 മാർക്ക് വല്ലതും കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പം ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് 5 മാർക്കിന്റെ രീതിയിൽ തന്നെയാണ് ഈ ആൻസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയാണ്. ആ സ്നീസിങ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നോക്കിക്കോളൂ. നെർവ് എൻഡിങ് ഇനി മുകളിൽ താഴെ ആരോ ഇട്ട് എഴുതാമേ. നെർവ് എൻഡിങ് ലൊക്കേറ്റഡ് ഇൻ ദ നേസൽ പാസേജ് എന്ന് പറയുമ്പോൾ മൂക്കിനകത്താണല്ലോ നെർവ് എൻഡിങ് ഒക്കെ ഉള്ളത്. മൂക്കിനകത്തോട്ട് പൊടിയോ അങ്ങനെ എന്തെങ്കിലും കയറുമ്പോഴാണല്ലോ പെട്ടെന്ന് സ്നീസ് ചെയ്യുക അല്ലേ? നെർവ് എൻഡിങ് ലൊക്കേറ്റഡ് ഇൻ ദ നേസൽ പാസേജ് ഐഡന്റിഫൈ ദ ഇറിറ്റന്റ് എന്ന് പറയുമ്പോൾ ഡസ്റ്റ് ആവാം. ചിലപ്പം ചിലർക്ക് ഈ എന്താണ് മണം, ചില മണങ്ങൾ തുമ്മലുണ്ടാക്കും. ചിലർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പൂ മണക്കുന്ന സമയത്ത് അതിന്റെ പൂമ്പൊടി മൂക്കി വരുമ്പോൾ അത് ഇതുണ്ടാക്കും. ചിലർക്ക് ഓരോന്നിന്റെ അലർജിയാണ്. ചിലർക്ക് പൊടിയായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ എനിക്ക് വേറൊരു ഇതുണ്ട്. അയ്യോ നമ്മുടെ ഈ എന്താ പറയാ, ഈ നെല്ല് പാറ്റത്തില്ലേ, നെല്ല് പാറ്റുമ്പോ തുമ്മുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നെല്ല് ഇങ്ങനെ എടുത്ത് പാറ്റത്തില്ലേ, നിങ്ങളോട് എങ്ങനെ പറയാ, നമ്മൾ നെല്ല് ഇങ്ങനെ എന്താ നമ്മൾ മുറത്തിനകത്ത് എടുത്ത് ഇങ്ങനെ പാറ്റത്തില്ലേ, അപ്പൊ ആ പാറ്റ സമയത്ത് അതിന്റെ പൊടി എന്താണ് ഇതുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അലർജൻസ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെ ജനറലി നമ്മൾ ഇറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നത്. മൂക്കിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇറിറ്റൻസ്. ഓക്കെ, അപ്പൊ നെർവ് എൻഡിങ് ലൊക്കേറ്റഡ് ഇൻ ദ നേസൽ പാസേജ് ഐഡന്റിഫൈ ദ ഇറിറ്റൻസ് entered in the nose. കണ്ടോ, മൂക്കിനകത്തോട്ട് കയറുന്ന ഇറിറ്റന്റിനെ അവിടുത്തെ നെർവ് എൻഡിങ് എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അവിടെ റിസപ്റ്റർ സെല്ലുകൾ ഉണ്ട്. അപ്പൊ രണ്ടാമത്തേത് റിസപ്റ്റേഴ്സ് സെൻഡ് എന്താ ചെയ്യുന്നത്? റിസപ്റ്റേഴ്സ് സെൻഡ് ദ ഇൻഫോർമേഷൻ അഥവാ ഇമ്പൾസ് ഇല്ലേ, ഇൻഫോർമേഷൻ ടു ദ സ്നീസിങ് സെന്റർ ലൊക്കേറ്റഡ്. നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മുടെ ഓരോ ആക്ഷനെയും കൺട്രോൾ ചെയ്യാൻ ഓരോ പാർട്ടുകളുണ്ട് ബ്രെയിനിൽ ഇല്ലേ, അപ്പൊ അതിന് സ്നീസിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ ഈ റിസപ്റ്ററിനെ അവിടോട്ടാണ്, ഈ റിസപ്റ്ററിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നെർവ് എൻഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനെ റിസപ്റ്റർ നേരെ അങ്ങോട്ടേക്കായിരിക്കും അയക്കുന്നത്. എങ്ങോട്ടേക്കാ? ആ ബ്രെയിനിന്റെ ആ പാർട്ടിൽ, അത് സെൻസ് ചെയ്യുന്ന ആ പാർട്ടിലേക്കായിരിക്കും അയക്കുന്നത്. അപ്പൊ റിസപ്റ്റർ സെൻഡ് ദ ഇൻഫോർമേഷൻ ടു the sneezing center located in brain. located in, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ വൃത്തിക്ക് പറയുകയാണെങ്കിൽ ബ്രെയിൻ സ്റ്റെം എന്നാണ് പറയാ. നിങ്ങൾ ബ്രെയിൻ എന്ന് എഴുതിയാൽ located in brain. അടുത്തത് എന്താ? കേട്ടില്ല. രണ്ട് ദാ ഉണ്ടെങ്കിൽ ഒരു ദാ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഒരു ദാല്ലേ എഴുതണ്ടേ? 2 താക്കി വരുവാണെങ്കിൽ അത് വെട്ടിക്കളയണം. ഓക്കെ, അടുത്ത നോക്കിയോ. അടുത്തത് എന്താണെന്നറിയാമോ? ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ തിരിച്ച് മെസ്സേജ് കൊടുക്കും, ശരിയല്ലേ? അതാണ് അടുത്ത സ്റ്റെപ്പ്. ബ്രെയിൻ ഇൻ റിട്ടേൺ സെൻഡ് ദ ഇൻസ്ട്രക്ഷൻ ടു ദ എവിടോട്ടാ ഇതാക്കുന്നത്? ടു ദ ലങ്സ് ഫോർ റെസ്പോൺസ്. കാരണം എന്താ, ഈ പൊടി എങ്ങാനും നമ്മൾ ശ്വസിക്കുന്നതിന്റെ കൂട്ടത്തിൽ കയറി ലങ്സിൽ എങ്ങാനും പോയി കഴിഞ്ഞാൽ ബ്ലഡിൽ കലർന്നാൽ നമുക്ക് മരണം വരെ സംഭവിക്കാം അല്ലേ? അപ്പൊ അതുകൊണ്ട്
ബ്രെയിൻ നേരെ എന്ത് ചെയ്യുന്നു, ലങ്സിന് ഡയഫ്രം എന്നാണ് പറയുന്നത്. ഡയഫ്രം എന്ന് പറയുമ്പോൾ ലങ്സിന്റെ ഒരു പാർട്ട്, നമ്മൾ ഈ ശ്വസിക്കുന്ന ഡി ഒരു ഭാഗത്തെയാണ്, ലങ്സിന്റെ ആ ചുറ്റുമുള്ള ആ ഭാഗത്തെയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ലങ്സ് എന്ന് എഴുതിയത്. ഓക്കെ, അപ്പം ഡയഫ്രം ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് ഡയഫ്രത്തിന്റെ എന്താണ് വോളിയം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഏതാ നമ്മൾ ശ്വസിക്കുമ്പോഴും തിരിച്ച് ശ്വാസം വിടുമ്പോഴും ഒക്കെ ആ ഡയഫ്രത്തിനാണ് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം അതിന് ജനറലി ലങ്സ് എന്ന് എഴുതുകയാണ്, ലങ്സ് ഫോർ റെസ്പോൺസ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇനിയും അവിടുത്തെ ഡയഫ്രം 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 എന്ന് പറയുമ്പോൾ PHRAGM എന്ന ജി സൈലന്റ് ആണ്. ഡയഫ്രം മൂവ്സ് abruptly, chest muscles contract in response to the instruction received. ഇനിയും എന്താണ്, ഇനിയും ലാസ്റ്റ് എയർ blows out from the nose and mouth instantly and rapidly. ഇതാണ് ശരിക്കും സ്നീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇതാണ്. അക്ഷിത ക്ലിയർ ആണോ? ക്ലിയർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതായത് നമ്മുടെ സ്നീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ ആണ്. റിഫ്ലെക്സ് ആക്ഷന്റെ പാത്വേ ആണ് പറയുന്നത്. നമ്മുടെ മൂക്കിനകത്തുള്ള നെർവ് എൻഡിങ് എന്ത് ചെയ്യുന്നു, ഇറിറ്റൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അവിടുത്തെ റിസപ്റ്റേഴ്സ് ആ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള കാര്യം ബ്രെയിനിലുള്ള സ്നീസിങ് സെന്ററിനെ അറിയിക്കുന്നു. ബ്രെയിൻ അതെന്ത് കൊടുക്കുന്നു, റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി ലങ്സിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡയഫ്രം പെട്ടെന്ന് മൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ ചെസ്റ്റ് മസിൽസ് എന്താണ് ചുരുങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, എയർ എന്ത് ചെയ്യുന്നു, മൂക്കിന്റെ പുറത്തോട്ട് എന്ത് ചെയ്യുന്നു, എന്താണ് നമ്മൾ തുമ്മുമ്പോൾ മൂക്കിന് പുറത്തോട്ട് പോകുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ സാധനം എല്ലാം പുറത്തേക്ക് പോകുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സായി, ദേവജിത്ത്, രോഹിത്, ഡീന്, ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എലിജയ്ക്കൊക്കെ മനസ്സിലായോ? എലിജ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ തൽക്കാലം ഇന്നത്തെ